അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്രൈം സ്റ്റോറിയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ഫോറൻസിക് ഓഫീസറിനെയും ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറിനെയും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി ബാലകൃഷ്ണൻ സാറാണ്. സാറ് പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. പറയൂ. ആദ്യമായിട്ട് നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രൊഫഷണലുകളിൽ എത്തണം, ഒരുപാട് സ്ഥലങ്ങളിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളൊരു ഇപ്പോൾ അഡ്വക്കേറ്റ് ആവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, അഡ്വക്കേറ്റ് ആയാൽ നമ്മൾ കളവ് പറയേണ്ടി വരും, മറ്റു കാര്യങ്ങളൊക്കെ. ശരിക്കും സാർ എങ്ങനെ ഈ അഡ്വക്കേറ്റിൻ്റെ മേഖലയിലേക്ക് എത്തി? എങ്ങനെ ഒരു LLB പാസ്സായി? പിന്നെ എങ്ങനെ, ആരാണ് സാറിനെ ഇൻസ്പയർ ചെയ്തത് അഡ്വക്കേറ്റ് മേഖലയിലേക്ക് വരാൻ? അതിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കാലവും ഞങ്ങളുടെ കുട്ടിക്കാലം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ SSLC വരെ പോകുന്നു. SSLC കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രീ ഡിഗ്രിക്ക് പോകുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ജോലി സംബന്ധമായുള്ള രീതിയിലേക്ക് നമ്മൾ ആലോചനകൾ നീങ്ങുന്നത്. അപ്പോഴാണ് പിന്നെ നമുക്ക് എന്തായി തീരണം എന്നുള്ളതൊക്കെ ആ കാലത്തെ. ഇപ്പോഴതല്ല. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹങ്ങളും ഉണ്ടാവും, അതനുസരിച്ച് നിങ്ങൾ നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഞങ്ങളുടെ കാലത്തൊന്നും അതൊന്നുമില്ല. ഞാനങ്ങനെ ഡിഗ്രി പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ LLB എന്ന് പറയുന്ന ഒരു കോഴ്സിൽ ചേരാമെന്നും അത് പിന്നെ ഒരു നോബൽ പ്രൊഫഷനാണ് എന്നുള്ളതും മനസ്സിലാക്കിയിട്ടാണ് അതിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരു അഭിഭാഷകനാവുക എന്നാഗ്രഹിച്ചിട്ട് അഭിഭാഷകനായ ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു പിന്നെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് ഡിഗ്രിക്ക് പഠിച്ച ആളായിരുന്നു. സുനിൽ ജി എന്നാണ് അയാളുടെ പേര്, അഭിഭാഷകനാണ്. അയാളാണ് എന്നോട് എന്നെ LLBക്ക് ചേരാം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ LLBക്ക് പോകുന്നത്. ആദ്യമായൊരു പ്ലാനിങ്ങോടും ഒരിക്കലും അല്ല. അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു അഭിഭാഷകനായ ഒരാളല്ല ഞാൻ. ഈ ഒരു LLB കഴിഞ്ഞൊരു ഉദ്യോഗസ്ഥന് ഒരു കേസ് ഉടനെ തന്നെ ഒരു കേസ് എടുത്ത് വാദിക്കാൻ പറ്റുമോ? അതിന് ഹൈറാർക്കികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. LLB ഡിഗ്രി കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്യുക എന്നൊരു പരിപാടിയുണ്ട്. അത് എൻറോൾമെൻറ്റ് കഴിഞ്ഞ് അഭിഭാഷകനാവുന്നത് അപ്പോഴാണ്. എൻറോൾമെൻറ്റ് പണ്ടൊക്കെ വർഷത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത് 3 മാസം കൂടുന്ന സമയത്തൊക്കെ എൻറോൾമെൻറ്റുകളുണ്ട്. കാരണം കുട്ടികളുടെ എണ്ണം കൂടിയത് കൊണ്ട് എൻറോൾമെൻറ്റിൻ്റെ നമ്പറും കൂടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് ഹൈക്കോടതിയിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. ഹൈക്കോടതിയിൽ വെച്ചിട്ട് എൻറോൾ ചെയ്ത് അഭിഭാഷകനായതിനു ശേഷമാണ് ഒരാൾ ഒരു വക്കീലാവുന്നത്. അപ്പോൾ ഒരു LLB കഴിഞ്ഞൊരു ഉദ്യോഗസ്ഥന് ഈ ശരിക്കും ഈ അഡ്വക്കേറ്റ് ഫീൽഡിലല്ലാതെ, അതായത് ഈ അഭിഭാഷകൻ്റെ ഫീൽഡിലല്ലാതെ വേറെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും. നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടി ഞാനങ്ങ് പറയാം. കാരണം പിന്നെ LLB കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കേസുകൾ വാദിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചു. തീർച്ചയായിട്ടും. എൻറോൾ ചെയ്ത് കഴിഞ്ഞ് വരുന്ന കുട്ടിക്ക് അന്ന് വേണമെങ്കിൽ അന്ന് തന്നെ കേസ് വാദിക്കാനുള്ള അവകാശമുണ്ട്. അയാൾക്ക് അതിനെക്കുറിച്ചെല്ലാം നല്ല ഗ്രാഹ്യമുണ്ട്. ഒരു കോടതിയിൽ എങ്ങനെ പിന്നെ കേസ് വാദിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് അന്ന് മുതൽ തന്നെ വാദിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഒന്ന്. പിന്നെ ഇതിനകത്തുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിഭാഷകനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പല മേഖലയിലേക്ക് പോകാം. അതായത് ഇന്ത്യയുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ ഉള്ള സാധ്യതയുള്ള ഒരേ ഒരു ജോലി, ഒരേ ഒരു തൊഴിൽ ഇന്ത്യയിൽ അഭിഭാഷക വൃത്തിയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ നമുക്ക് പ്രസിഡന്റ് ഇല്ലാത്തൊരു സമയം വരുന്നു, പ്രസിഡന്റ് രാജിവെക്കുക അല്ലെങ്കിൽ പ്രസിഡന്റ് MP ചെയ്യപ്പെടുക, മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ പ്രസിഡന്റ് ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അന്ന് സുപ്രീം കോടതി ജഡ്ജിക്ക് ഇന്ത്യയുടെ പ്രസിഡൻ്റായി ഇരിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആവാൻ സാധ്യതയുള്ള ഒരു തൊഴിലാണ് അഭിഭാഷക വൃത്തി. ഇത് വളരെ നോബിളായ ഒരു പ്രൊഫഷനാണ്. ഇപ്പം നിങ്ങൾ തന്നെ കരുതുന്നുണ്ടാവും, നാട്ടുകാരുടെ ഇടയിൽ പൊതുവേ ഉള്ളൊരു സംസാരം എന്താ, ഒരു വക്കീലായി കഴിഞ്ഞാൽ, അഭിഭാഷകനായി കഴിഞ്ഞാൽ അയാൾ കളവ് പറയണം, നുണ പറയണം എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു അഭിഭാഷകനും ഒരു സ്ഥലത്തും കളവ് പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കളവേ പറയുന്നില്ല. കാരണം അയാളുടെ പ്രതിക്ക് വേണ്ടി, അയാളുടെ കക്ഷിക്ക് വേണ്ടി, പ്രതിക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു അന്യായം കൊടുത്ത കക്ഷിക്ക് വേണ്ടിയിട്ടായിരിക്കാം അയാൾ പറയുന്നത്. ഈ നമ്മുടെ കക്ഷി എന്താണോ പറയുന്നത് അതാണ് ശരി എന്ന രീതിയിൽ കോടതിയിൽ പറയുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ കളവ് എന്നൊരു സംഭവമല്ല. കളവ് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല.
നമ്മൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനത്തെ പോസ്റ്റുകളിലേക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രക്രിയകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്നെ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്, പ്രാക്ടീസ്, ഇത്ര വർഷം പ്രാക്ടീസ് വേണമെന്നുണ്ട്, 7 വർഷം പ്രാക്ടീസ് വേണം എന്നാണ് പറയുന്നത്. ആ പ്രാക്ടീസുള്ള ഒരാളെ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവുന്നതിന് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ 2 പ്രോസിക്യൂട്ടർമാരുണ്ട്, അത് അവർക്കറിയില്ല. APP എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, APP അതുപോലെ DDP എന്ന് പറയുന്ന 2 പോസ്റ്റുകളുണ്ട്. അത് പെർമനൻറ്റ് പോസ്റ്റുകളാണ്, PSC ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് കിട്ടുന്നതാണത്. ഇപ്പോൾ PSC എഴുതണം, APP ആവണമെങ്കിൽ PSC ടെസ്റ്റ് എഴുതണം. പണ്ടത് ആവശ്യം ഉണ്ടായിരുന്നില്ല, സർക്കാർ നോമിനേറ്റ് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്ത് പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് അതിന് ടെസ്റ്റ് എഴുതി പാസ്സാവണം. അങ്ങനെ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നാൽ അതിൽ നിന്ന് എൻ്റർ ഡിഫറൻ്റ് ആണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറും അതുപോലെ AGP ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണ് പറയാം. AGPയും പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ സർക്കാരിന് വേണ്ടിയിട്ട് കേസ് നടത്തുന്ന ആളുകളാണ്. അതായത് സർക്കാർ ക്ലയൻ്റാണ്, ആ സർക്കാരിന് വേണ്ടിയിട്ട് കേസ് നടത്തുന്ന അഭിഭാഷകനാണ് AGP, അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ, അല്ലെങ്കിൽ GP ഗവൺമെൻറ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നതൊക്കെ സർക്കാരിന് വേണ്ടിയിട്ടാണ്. അത് പിന്നെ സർക്കാരിൻ്റെ സിവിൽ കേസുകൾ ഉണ്ടാവും, സർക്കാരുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട, ഫോറസ്റ്റിൻ്റെ ഒരു സ്ഥലം ഒരാൾ എൻക്രോച്ച് ചെയ്തു, അത് കേസ് വന്നു കഴിഞ്ഞാൽ സർക്കാരിന് വേണ്ടി ഹാജരാവേണ്ടത് സർക്കാരിൻ്റെ GP ആണ്. മനസ്സിലായില്ലേ? എന്നാൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന അത് രണ്ടും രണ്ടാണ്. ഒന്ന് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം GP ആയിരിക്കാം, AGP ആവാം. പ്രോസിക്യൂട്ടർ ആകുമ്പോഴേക്ക് അദ്ദേഹം ക്രിമിനൽ കേസുകളുടെ ഭാഗത്തേക്ക് പോകുന്നു. രണ്ട് വിഭാഗമായിട്ട് കാണാം നമുക്ക്. പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സർക്കാരിന് വേണ്ടിയിട്ടുമല്ല, പ്രതിക്ക് വേണ്ടിയിട്ടുമല്ല, ഈ 2 പേരുടെ കാര്യങ്ങളും സംരക്ഷിക്കാനുള്ള ബാധ്യത പ്രോസിക്യൂട്ടർക്കുണ്ട്. അതായത് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു പ്രതിയെയും കൊണ്ട് കോടതിയിൽ വരുന്നു, അയാളുടെ പേരിൽ ചാർജ് കൊടുക്കുന്നു. ചാർജ് കൊടുത്തതിന് ശേഷം ഇയാൾ പ്രതിയായി കോടതിയിൽ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വയ്ക്കുക, പോലീസോ മറ്റുള്ളവരുടെയോ വേറെ ഏതെങ്കിലും തെറ്റായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില തെറ്റായ കാഴ്ചപ്പാടുകളിലൂടെ ഇയാൾ പ്രതിയാക്കപ്പെട്ടതാണെങ്കിൽ അയാളെ വെറുതെ വിടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ബാധ്യതയുണ്ട്. അത് അയാളുടെ കടമയാണ്. ഇയാൾ ഇത് ചെയ്തിട്ടില്ല, ഇയാൾ പ്രതിയായിട്ട് കോടതിയിൽ ഇയാളെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഇയാൾ പ്രതിയല്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ബോധ്യം വന്നാൽ അയാളെ വെറുതെ വിടാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ ചെയ്യണം. ശിക്ഷിപ്പിക്കൽ മാത്രമല്ല പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഡ്യൂട്ടി എന്നാ ഞാൻ പറഞ്ഞു. നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അയാളെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും പബ്ലിക് തീർച്ചയായിട്ടും ചെയ്യണം. കോടതിയുടെ മുമ്പിൽ പറയണം, ഈ പ്രതി ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല, ഇയാൾ കുറ്റവാളിയല്ല, ഇയാളെ ശിക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന് പരസ്യമായിട്ട് പറയാനുള്ള ഡ്യൂട്ടി കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർക്കുണ്ട്. അതുകൊണ്ടാണ് പ്രോസിക്യൂട്ടറുടെ മുന്നിൽ പബ്ലിക് എന്ന വാക്ക് വരുന്നത്. പബ്ലിക്കാണ്, ടു ആളാണ്. അതായത് പ്രതിക്കും വാദിക്കും, വാദി എപ്പോഴും പോലീസായിരിക്കും. പോലീസിൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. പോലീസ് കൊണ്ടുവരുന്ന കേസ് നന്നായി നടത്തണം എന്നുള്ളത് ശരിയാണ്. അതേപോലെ തന്നെ പോലീസ് കൊണ്ടുവന്ന കേസ് തെറ്റാണെങ്കിൽ അത് തെറ്റായ കേസാണ് എന്ന് കോടതിയിൽ പറയാനുള്ള ഡ്യൂട്ടി കൂടി പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഒരു ലോയർ എല്ലാവിധ കേസുകളും ഏറ്റെടുക്കാൻ സമ്പന്നനാണോ? അതായത് നമ്മളിലേക്ക് വ്യത്യസ്ത തരത്തിലുള്ള കേസുകളായിരിക്കും ഒരു ലോയറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്തിച്ചേരും. തീർച്ചയായിട്ടും എല്ലാ കേസുകളും ഈ ലോയർ എന്താവും അഭിഭാഷകൻ ചെയ്യണം അങ്ങനെ? തീർച്ചയായിട്ടും എല്ലാ കേസുകളും ഒരു അഭിഭാഷകന് ചെയ്യാം. അത് അയാളുടെ എബിലിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ സിവിൽ കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ലോയറെ സംബന്ധിച്ച് ക്രിമിനൽ കേസ് പൂർണ്ണമായിട്ട് നടത്താൻ പറ്റുമോ എന്ന് സംശയങ്ങളുണ്ടാവും. എന്നാൽ സിവിലും ക്രിമിനലും ഒരേ രീതിയിൽ നടത്തുന്ന ഒരുപാട് അഭിഭാഷകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പല ആളുകളും സിവിൽ മാത്രം ചെയ്യുന്നവരുണ്ട്, ക്രിമിനൽ മാത്രം ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത് രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏത് വിധത്തിലെ കേസുകൾ വേണമെങ്കിൽ ഏറ്റെടുക്കാം. അതായത് എൻ്റെ കക്ഷി എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിഭാഷകൻ, എന്നെ എല്ലാം പറഞ്ഞ് പൊതുവെ അഭിഭാഷകർക്ക് വേണ്ടിയിട്ട് പറയുന്നു. ഒരഭിഭാഷകനോട് ഒരു കക്ഷി വന്നിട്ട് രാവിലെ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കണം. അത് എനിക്ക് കഴിയില്ല എന്ന് പറയാൻ പാടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷനല്ലല്ലോ. അപ്പോൾ ഏതോ വർക്ക് ചെയ്ത് എന്നുള്ളതല്ല, നമുക്ക് ചിലപ്പോൾ നമുക്ക് കഴിയാത്തതുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മൾ തേടും. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അതേ സമയത്ത് സിവിലും ക്രിമിനലും ഒരേ രീതിയിൽ കൊണ്ടു നടക്കുന്ന അഭിഭാഷകരുണ്ട്. നമ്മളിപ്പോൾ ഒരു കേസ് ഏറ്റെടുത്തു,
പക്ഷേ നമ്മൾ ഏറ്റെടുത്ത കേസിൽ നമ്മൾ പഠനങ്ങൾ നടത്തുന്നതിന് ശേഷം നമുക്ക് നമ്മളെ കേസുള്ള കക്ഷി കുറ്റവാളിയാണെന്നുള്ള നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ആ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും നമ്മൾ കേസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഏതൊരു അഭിഭാഷകനും കേസിൻ്റെ നാൾ വഴികൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അഭിപ്രായം മനസ്സിനകത്ത് രൂപപ്പെടും. ഇത് ഇയാൾ ചെയ്ത കുറ്റം തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ഇയാൾ ചെയ്യാത്ത കുറ്റമാണ് എന്നുള്ളത് വരും. പക്ഷേ എല്ലാ കേസിലും അങ്ങനെയാണ് എന്ന് പറയാൻ വയ്യ. ചിലത് ചില പ്രതികളെ നമുക്ക് അസസ് ചെയ്യാൻ കഴിയാതെ വരും. കാരണം അത്രയ്ക്ക് ക്രൂക്കഡായിട്ടുള്ള പ്രതികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലപ്പോൾ അസസ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടാം, സ്വാഭാവികമാണ്. എന്നാൽ പോലും നമുക്കിപ്പോൾ ഒരു പ്രതി നമുക്ക് മനസ്സിലായി ഇയാൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ പ്രതിക്ക് വേണ്ടി ഹാജരാവുന്ന അഭിഭാഷകൻ ഒരിക്കലും അത് മനസ്സിൽ വെച്ചിട്ടല്ല പ്രവർത്തിക്കുക. ഇയാളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ എൻ്റെ പ്രതിയെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു അഭിഭാഷകന്റെ മനസ്സിലുണ്ടാവുക. അത് രക്ഷപ്പെടുത്താൻ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാനും അഭിഭാഷകൻ തയ്യാറാവും. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങളിപ്പോ എൻ്റെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നു. നിങ്ങൾ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് എൻ്റെ അസൗകര്യങ്ങളല്ല അവിടെ പ്രധാനം. നിങ്ങൾ ഗസ്റ്റായിട്ട് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ അസൗകര്യങ്ങൾ കാണുമായിരിക്കും. പക്ഷേ അവിടെ ഉള്ള പ്രധാനം എന്താണ്? നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നിറവേറ്റണം. അതേപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ക്ലയൻറ്റ്. ആ ക്ലയൻറ്റ് അയാളുടെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നു. അയാൾ കുറ്റം ചെയ്തവനാണ്, കുറ്റവാളിയാണ്, എല്ലാം ശരിയായിരിക്കാം. പക്ഷേ അയാൾ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് അയാളെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് ഒരു അഭിഭാഷകൻ ശ്രമിക്കുന്നത്. അത് നിയമം വെച്ചുകൊണ്ടാണ്, അല്ലാതെ നിയമത്തിന് അതീതമായിട്ടുള്ള മറ്റു സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല. നിയമത്തിനകത്ത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അത് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ നടത്തിയിട്ടാണ് വിജയിപ്പിക്കുന്നത്. അവിടെ കുറ്റവാളി രക്ഷപ്പെട്ടോ കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ഒരു കേസ് നമ്മൾ അഭിഭാഷകന് വരുമ്പോൾ ഒരു കേസിനെ കുറിച്ച് എന്തായാലും പഠനങ്ങൾ നടത്തണല്ലോ. ശരിക്കും ആ പഠനങ്ങൾ നടത്താൻ വേണ്ടി അഡ്വക്കേറ്റ് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളടുത്ത് ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ ആ കേസിൻ്റെ ഒരു കെട്ടുന്ന ഞങ്ങൾ പറയും ബണ്ടില്, ഒരു കേസ് ഫയല്. ആ കേസ് ഫയൽ ഞങ്ങൾ മുൻകൂട്ടി എല്ലാം വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രതികളോട് സംസാരിക്കുള്ളൂ. നമ്മൾ ആ കേസിനെ ഒന്ന് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പറയുള്ളൂ ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, ഇന്ന കാര്യങ്ങളാണ് അതിൻ്റെ അവസ്ഥ, ഈ അവസ്ഥയിൽ ഈ കേസ് നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കക്ഷികളോട് പറയും. എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതിന് ശേഷമാണ് സാധാരണ നിലയ്ക്ക് ഒരു അഭിഭാഷകൻ കേസെടുക്കുക. അല്ലാത്തവരും ഉണ്ടാവും. ഒരു കക്ഷി വരുന്നു, കെട്ടുകിട്ടി, അതോടുകൂടി തന്നെ ആ കേസ് അങ്ങ് ഏറ്റെടുത്ത് നടത്തുന്നവരുണ്ടാവും. ഞാൻ എൻ്റെ ശൈലി പറയുന്നു, എൻ്റെ ശൈലി തന്നെ എല്ലാവരുടെയും ശൈലി ആയിക്കോളണമെന്നില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. ഏത് രൂപത്തിലുമാണെന്നുണ്ടെങ്കിൽ അതെ 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 അത് ഓരോരുത്തരുടെ ഒരു അഭിഭാഷകൻ ചില ഇപ്പം നല്ല ബുദ്ധി വൈഭവവും അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും പറ്റുന്ന ചില സീനിയർ അഭിഭാഷകരുണ്ട്. അവരെ സംബന്ധിച്ച് ഒരൊറ്റ വായന കൊണ്ട് അവർക്ക് കാര്യം മനസ്സിലാവും. സ്വാഭാവികമാണ്. അങ്ങനെ അതിനെ വളരെ പെട്ടെന്ന് ചെയ്യുന്നവരുണ്ടാവും. ചിലർ അജ്ഞത കൊണ്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതില്ല എന്ന് പറയാൻ വയ്യ. നമുക്ക് ശരിക്കും പഠിക്കാതെ കേസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതെ അഭിപ്രായ പ്രകടനം നടത്തുന്നവരുണ്ട്. ഞാനതൊന്നും ഇല്ല എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുള്ള ആളുകളാണെന്നും പറയുന്നത്. ഒരു കോടതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്ന് ചുരുക്കി മൊത്തത്തിൽ പറഞ്ഞു സാധിക്കും? തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഒരു ക്രിമിനൽ കേസിൻ്റെ കാര്യമാണ്. അതെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഒരു സാധാരണ നിലയ്ക്ക് ഒരു ഒഫൻസ് നടന്നു, നിങ്ങളുടെ പ്രദേശത്ത് തന്നെ നടന്നു എന്ന് വയ്ക്കുക. 2 പേര് തമ്മിൽ അടി നടന്നു, ഒരാൾക്ക് മാരകമായ പരിക്ക് പറ്റി. അങ്ങനെ മാരകമായ പരിക്ക് പറ്റിയ ആളെ ആദ്യം തന്നെ സ്വാഭാവികമായിട്ടും നാട്ടുകാരയാളെ ആസ്പത്രിയിൽ എത്തിക്കും. ആസ്പത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആസ്പത്രിയിൽ നിന്ന് എന്താ പറയുക, കൊണ്ടുപോയവർ പറയും, അല്ലെങ്കിൽ ഈ പരിക്കേറ്റ ആൾക്ക് ബോധം ഉണ്ടെങ്കിൽ അയാൾ പറയും, എന്നെ മുസ്തഫ കുത്തി, എനിക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡോക്ടറോട് പറയുന്നു. ഡോക്ടർ അത് എഴുതിയെടുക്കും. അത് എഴുതിയെടുത്തിട്ട് ഡോക്ടർ ഇൻറ്റിമേഷൻ കൊടുക്കുക എന്ന് പറയും പോലീസിലേക്ക് ഇൻറ്റിമേഷൻ കൊടുക്കും. പോലീസിലേക്ക് ഇൻറ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ പരിക്ക് പറ്റിയ ആളുടെ മൊഴിയെടുക്കും. ആ പരിക്ക് പറ്റിയ ആളുടെ മൊഴിയെടുക്കുന്ന സമയത്ത് അയാൾ പറയും, ഇങ്ങനെ മുസ്തഫ കുത്തിയതാണ്, അങ്ങനെയാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ
ബാക്കി കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് അപ്പോൾ പറഞ്ഞോളുന്നില്ല പോലീസിനോട്. അപ്പോഴത്തെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷനാണത് പോലീസിനെ സംബന്ധിച്ച്. ആദ്യമായിട്ട് പോലീസ് കേൾക്കുകയാണ് ഈ പരിക്ക് പറ്റി കിടക്കുന്ന ആളെ ഒരാൾ കുത്തിയത് കൊണ്ടാണ് അയാൾക്ക് പരിക്ക് പറ്റിയതെന്ന്. അതിനാണ് നമ്മൾ FI സ്റ്റേറ്റ്മെൻറ്റ് എന്നും, ആ FI സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് കൊണ്ടുവന്ന് അവരുടെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർ രജിസ്റ്റർ ചെയ്യും FIS. അതിനാണ് FIR എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. മറ്റേത് FIS, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ പോലീസ് FIR ആക്കി രൂപാന്തരപ്പെടുത്തുന്നു. അപ്പോൾ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോലീസിൽ. ആ ക്രൈം രജിസ്റ്റർ ചെയ്ത് കേട്ടതിന് ശേഷമാണ് പോലീസ് പിന്നീട് അന്വേഷണങ്ങൾ നടത്തുന്നത്. ഇയാൾ പറഞ്ഞത് മുസ്തഫ കുത്തി എന്നാണ്. മുസ്തഫ കുത്തി എന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന സമയത്ത് പോലീസിന് മനസ്സിലാവുകയാണ് മുസ്തഫ അല്ല കുത്തിയത്, വേറൊരാളാണ്. അത് പിന്നെ പോലീസ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേറൊരാളാണെങ്കിൽ വേറൊരാളെ പ്രതിയാക്കിയിട്ടാണ് പിന്നെ പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി മുസ്തഫ തന്നെ ആണെങ്കിൽ ആ രീതിയിൽ തന്നെ പോകും, അന്വേഷണം അതിൻ്റെ ഭാഗമായിട്ട് പോകും. അപ്പോൾ സാക്ഷികളെ ചോദ്യം ചെയ്യും, പിന്നെ കുത്തിയ കത്തി കണ്ടെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പോലീസിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പോലീസ് ചെയ്തു തീർക്കും. അത് ചെയ്തു തീർത്ത് പോലീസ് ഇതിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് ചാർജ് ഷീറ്റ് കൊടുക്കും. അതാണ് അവസാനം കൊടുക്കുക. FIR രജിസ്റ്റർ ചെയ്യലോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അവർ കോടതിയിലേക്ക് അയക്കും. അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കോടതിയിൽ ഈ കേസ് ചാർജ് കൊടുക്കും. അങ്ങനെ കോടതിയിൽ ഈ ചാർജ് കൊടുത്ത കേസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിക്ക് സമൻസ് അയക്കും കോടതിയിൽ നിന്ന്. മനസ്സിലായോ? അങ്ങനെ പോലീസ് പ്രതിക്ക് സമൻസ് അയച്ചു കഴിഞ്ഞാൽ പ്രതി കോടതിയിൽ ഹാജരാകും. പ്രതി കോടതിയിൽ ഹാജരാവുന്നതോടുകൂടിയാണ് അയാളുടെ കേസിൻ്റെ തുടക്കമാണ്, ട്രയൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയും. അങ്ങനെ തുടങ്ങുകയായി. പ്രതി കോടതിയിൽ ഹാജരായി കഴിഞ്ഞ് ജാമ്യം എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒഫൻസ് ആണെങ്കിൽ നേരിട്ട് ചെന്നാൽ ജാമ്യം കിട്ടൂല. മാരകമായ പരിക്ക് പറ്റി, കത്തി കൊണ്ട് കുത്ത് കിട്ടിയിട്ട് പരിക്ക് പറ്റിയൊരു കേസിലെ പ്രതി നേരിട്ട് കോടതിയിൽ ചെന്നാൽ ജാമ്യം കിട്ടില്ല. അപ്പോൾ എന്ത് വേണം? അയാളെ ഒന്നുകിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്യുമ്പോൾ കോടതി, എന്നിട്ട് പിന്നെ അതിനൊരു സമയം ഉണ്ട്, ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി സ്വാഭാവിക ജാമ്യം കൊടുക്കും. അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് അയാൾക്ക് ജാമ്യത്തിൽ ഇറങ്ങാം. അതല്ല അയാൾക്ക് മുൻകൂർ, ഇപ്പോൾ ഒരാൾ പിന്നെ ഞാൻ കുത്തിയവനറിയാലോ എൻ്റെ പേരിൽ എന്തായാലും ഒരു കേസ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അയാൾ മുൻകൂട്ടി കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കും. അതിനെയാണ് നമ്മൾ മുൻകൂർ ജാമ്യം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം, മുൻകൂർ ജാമ്യം എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ട് അയാൾക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ അയാൾ ജയിലിൽ കിടക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം ഒരു പിന്നെ കുത്തിയ കേസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ജയിലിൽ പോകണം. അത് ഗ്രേവസ് ഒഫൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടുക, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ല. അങ്ങനെ ജാമ്യം കിട്ടാത്ത കേസുകളൊക്കെ അവർ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് കോടതിയിൽ ഹാജരാക്കി ജഡ്ജിയാണ് പിന്നെ തീരുമാനിക്കുന്നത് റിമാൻഡ് ചെയ്യുന്നത് എത്ര ദിവസം എങ്ങനെ എന്നുള്ളത്. റിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്നത് ഒരു സമയത്ത്. അത് കഴിഞ്ഞ് പിന്നീട് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓരോ പീരീഡ് കഴിയുമ്പോഴും പോലീസ് വീണ്ടും ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ സമൻസ്, പിന്നീടാണ് ഈ സമൻസിൻ്റെ അവസ്ഥ വരുന്നത്. സമൻസ് അയച്ചു കഴിഞ്ഞ് ഇയാൾ വരുന്നു, അയാൾ വന്നു കഴിഞ്ഞാൽ അന്ന് അയാൾക്ക് മുമ്പ് ജാമ്യം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമൻസ് മുഖാന്തരം അയാൾ വന്ന് ജാമ്യം എടുക്കണം. അല്ലെങ്കിൽ മുന്നേ ജാമ്യം എടുത്തതാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ആ പിന്നെ ജാമ്യം എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങുകയായി, വിചാരണയ്ക്കുള്ള ബാക്കി കാര്യങ്ങൾ. അപ്പോൾ പിന്നെ കോടതിയുടെ സമയവും സന്ദർഭവും സൗകര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടാണ് കോടതി ഈ കാര്യങ്ങൾ നീക്കുക. അപ്പോൾ ആദ്യം സമൻസ് അയച്ചത് പിറ്റേന്ന് എവിഡൻസ് തുടങ്ങുക എന്ന് പറഞ്ഞതൊന്നും നടക്കില്ല. അപ്പോൾ അതിനൊരു മുന്നേ ഒരുപാട് കേസുകൾ ഉള്ളതാണ് കോടതിയിൽ. ആ കേസുകളെല്ലാം തീരണം. ഇയാളുടെ ഇപ്പോൾ പുതിയ കേസാണ്, അപ്പോൾ അതിനെ ആദ്യം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നീട്ടി കുറച്ച് കാലങ്ങൾ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും എന്താ വെച്ചാൽ ഇപ്പോൾ കത്തി ഉണ്ടായിരുന്നു, കുത്തിയ കത്തി കിട്ടിയിട്ടുണ്ട്, പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ കത്തി ഫോറൻസിക് അവർക്ക് അയച്ചിട്ട് അവിടുന്ന് അതിൻ്റെ റിപ്പോർട്ട് വരണം, FSL റിപ്പോർട്ട് വരണം. അതിന് വേണ്ടിയിട്ടുള്ള സമയം വേണം, ആ റിപ്പോർട്ട് വരണം. അതേപോലെ പിന്നെ ഡോക്ടറെ അടുത്തുനിന്ന് ഉള്ള റിപ്പോർട്ടുകൾ, ഇപ്പോൾ മരിച്ച കേസാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കിട്ടണം, മറ്റു കാര്യങ്ങൾ കിട്ടണം, അത്തരം കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതെല്ലാം വന്ന് എല്ലാം റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിചാരണയ്ക്ക് എടുക്കുക കേസ്. അപ്പോൾ പിന്നെ സാക്ഷികളുണ്ടാവും. ഇപ്പോൾ ഒരാൾ മരിച്ചവരാണെന്നുണ്ടെങ്കിൽ മരിച്ച ആളുടെ ബന്ധുക്കളുണ്ടാവും, ഈ മരണത്തിനുള്ള കാരണം കണ്ട സാക്ഷികളുണ്ടാവും, സംഭവ സ്ഥലം മാസ്റ്റർ തയ്യാറാക്കിയതിനുള്ള സാക്ഷികളുണ്ടാവും, കത്തി കണ്ടെടുത്തതിനുള്ള സാക്ഷികളുണ്ടാവും. ഇങ്ങനെ പലതിനും സാക്ഷികളുണ്ടാവും. അതാണ് സാക്ഷികൾ, സാക്ഷിപ്പട്ടിക പോലീസ് ഇതിൻ്റെ ഒപ്പം കൊടുക്കും, അവർക്ക് സമൻസ്. അങ്ങനെ സാക്ഷികളും കൂടി വന്ന് പിന്നീട് കോടതിയിൽ വിചാരണ.
ശരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേസുകൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തീരുമാനങ്ങൾ വരാറുള്ളത്. ഇപ്പോൾ ഒരു കുറവ് സാഹചര്യം ഇപ്പോൾ ചിലപ്പോൾ 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും, ഇപ്പോൾ 4 വർഷങ്ങൾ, ശരിക്കും കുറേ അതിനുള്ള കാരണങ്ങൾ ഇതിനുണ്ട്. അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ പ്രൊസീജിയർ പൂർത്തീകരിക്കണം. അതായത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇന്നലെ ഒരു സംഭവം നടന്നു, നാളെ വിചാരണ തുടങ്ങാൻ പറ്റില്ല. ഇന്നലെ സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസ് കംപ്ലീറ്റ് പോലീസ് കളക്ട് ചെയ്യണം. പോലീസ് എവിഡൻസ് കളക്ട് ചെയ്താൽ മാത്രം പോരാ, സാക്ഷികളുടെ മൊഴികൾ എടുക്കണം, സാക്ഷികളെ കണ്ടെത്തണം. അങ്ങനെ സാക്ഷികൾ, ചില സാക്ഷികൾ കണ്ടവർ കണ്ടിട്ടില്ല എന്ന് പറയുന്നവരുണ്ടാവും. കണ്ടു എന്ന് പറയുന്ന സാക്ഷികൾ ആരാണ്, കണ്ടില്ല എന്ന് പറയുന്ന സാക്ഷികൾ ഏതാണ്, അവർ രണ്ടുപേരെയും വേർതിരിച്ചിട്ട് അതിന് വേണ്ടുന്ന സാക്ഷികളെ കണ്ടെത്തണം. ഇങ്ങനെ ആ സാക്ഷികളുടെ മൊഴിയെടുക്കണം. ഇതെല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമല്ലേ പോലീസിന് ഇത് കോടതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FSL റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് സമയം പിടിക്കും. കാരണം അവർക്ക് അവിടെ ഇഷ്ടം പോലെ, ഇപ്പോൾ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കേസുകൾ കിടക്കുന്നു. അപ്പോൾ അത് പിന്നെ 1 by 1 ആയിട്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഡിലേ ആണ് കോടതിയിൽ സംഭവിക്കുന്നത്. പിന്നെ ചില കേസിനകത്ത് ഈ പ്രതി ഗൾഫിൽ പോയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് നീണ്ടു പോകാറുണ്ട്. പിന്നെ അഭിഭാഷകർ പിന്നെ കേസ് നീട്ടുന്നതിന് വേണ്ടി നിങ്ങൾ സമൂഹം പൊതുവെ പറയുന്നത് പോലെ കേസ് നീട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ വക്കീൽമാർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. കുറച്ച് അങ്ങനെ രീതിയിൽ നീണ്ടു പോകുന്നതുണ്ടാവും. അതല്ലാതെ ഇല്ല. ഇപ്പോൾ പോക്സോ കേസൊക്കെ അങ്ങനെ തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടംപോലെ കോടതികൾ കൊണ്ടുവന്നത്. അത് പോക്സോ കേസ് അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് പ്രതികൾ രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോക്സോ കേസിലൊക്കെ തന്നെ ഇഷ്ടംപോലെ കോടതികൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വിചാരണ. ഇപ്പോൾ മഞ്ചേരി കോടതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന കേസൊക്കെ വിചാരണ തുടങ്ങി. ഈ വർഷം നടന്നു തന്നെ വിചാരണ തുടങ്ങിയിട്ടുണ്ട്. കേസുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. പെട്ടെന്ന് തീർത്തു പോകുന്നുണ്ട്. നമുക്കൊരു കുറ്റവാളിയൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് ഇന്ന കണ്ടീഷൻസുകളോ ക്രൈറ്റീരിയകളോ എന്തെങ്കിലും ജാമ്യം അനുവദിക്കണം എന്നുണ്ടെങ്കിൽ, ജാമ്യത്തിന് എന്ന് വെച്ചാൽ ജാമ്യം ബെയിലബിളും നോൺ ബെയിലബിളും ആയിട്ടുള്ള കേസുകളുണ്ട്, ജാമ്യം ഓഫൻസുകളുണ്ട്. അപ്പോൾ അതിൽ ജാമ്യം കിട്ടേണ്ട കേസാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുന്നതുണ്ട്. ഇനി കോടതിയിൽ വന്ന് സമൻസുമായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നതുണ്ട്. അങ്ങനെ സമൻസുമായി വന്നു കഴിഞ്ഞാൽ കോടതിയിൽ വന്നാൽ ജാമ്യം കിട്ടാത്തതുണ്ട്. ഇപ്പോൾ ഒരു കൊലക്കേസ് നടത്തിയ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി അയാൾക്ക് ജാമ്യം എടുക്കാൻ കഴിയില്ല. കോടതിയിൽ വന്നു കഴിഞ്ഞാലും അയാൾക്ക് ജാമ്യം കിട്ടില്ല. അങ്ങനെ ജാമ്യം കൊടുക്കാനും പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസിനകത്ത് അവർ ജയിലിൽ കിടക്കണം, കുറച്ചു കാലം കിടന്നു കഴിഞ്ഞ് കോടതിക്ക് ബോധ്യം വരണം ഇയാൾ പിന്നെ ജാമ്യം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അതിന് മതിയായ ജാമ്യം വേണം. ഒരു പ്രതിക്ക് പുറത്തിറങ്ങണമെങ്കിൽ മതിയായ ജാമ്യം വേണം. 2 ആൾ ജാമ്യം വേണം. 2 ആൾ ജാമ്യം എന്ന് പറഞ്ഞാൽ 2 ആളുകൾ സാധാ ആളുകൾ പോരാ, സ്വന്തമായി കരമടച്ച നികുതി ഷീട്ടുള്ള ആളുകളായിരിക്കണം. അവർ വേണം ജാമ്യത്തിന്. അപ്പോൾ അവരുടെ പിന്നെ സ്വത്ത് ഈ പ്രതി മുങ്ങുകയോ പ്രതി കോടതിയിൽ ഹാജരാവാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്വത്ത് കോടതിക്ക് കണ്ടുകെട്ടാനുള്ള അവകാശത്തോടു കൂടിയാണ് ജാമ്യം കൊടുക്കുന്നത്. അതിനാണ് ബോണ്ട് വെക്കുക എന്ന് പറയുന്നത്. അത് വെച്ചാൽ മാത്രമേ ജാമ്യം അനുവദിക്കൂ. അങ്ങനെ ജാമ്യം കൊടുക്കുള്ളൂ. മുൻകൂർ ജാമ്യമാണെന്നുണ്ടെങ്കിലോ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി പറയാണ്. ഇയാൾക്ക് ജാമ്യം കൊടുക്കാം. പക്ഷെ ആ ജാമ്യം കൊടുക്കുന്നതിനും ഇതേപോലെയുള്ള നിബന്ധനകളുണ്ട്. മുൻകൂർ ജാമ്യത്തിനും ഈ ജാമ്യ പിന്നെ ബോണ്ടുള്ള ജാമ്യക്കാർ വേണം. അറസ്റ്റ് ചെയ്ത് ഇയാളെ ജയിലിൽ ഇടേണ്ട ആവശ്യമില്ല. പോലീസ് കസ്റ്റഡിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും പോലീസിന് പിന്നീട് അതിന് പെറ്റീഷൻ കൊടുത്ത് വാങ്ങിയിട്ട് വേണം. നമ്മളിപ്പോൾ ഒരു കുറ്റവാളിയെ അല്ലാന്നുണ്ടെങ്കിൽ സാക്ഷികളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കണ്ടീഷൻസുകളോ അല്ലെങ്കിൽ ടൈം പീരീഡ് ലിമിറ്റേഷൻസുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്? ലിമിറ്റേഷൻസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലിമിറ്റേഷൻസ് ഇല്ല. പക്ഷേ വേറെ ഒന്നുണ്ട്, സാക്ഷികളെ ഹരാസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അതേപോലെ ഇപ്പോൾ റേപ്പ് കേസിൽ ഒരു വിക്ടിം വന്നു, ആ സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പണ്ട് ലിമിറ്റുകൾ കുറവായിരുന്നു. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും പണ്ടത്തെ അഭിഭാഷകർ പല രീതിയിലൊക്കെ ഇവരോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ ആ സ്ത്രീയെ സംബന്ധിച്ച് നടന്നത് എന്താണോ അത് വ്യക്തമായി പറയാൻ അവർക്ക് പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കോടതികൾ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും പലതരത്തിലുള്ള റൂളിങ്ങൾ വന്ന് ഇപ്പോൾ ഒരു വിക്ടിമിനെ അവരെ പിന്നെ മോഡസ്റ്റിയെ
കളങ്കപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും ഇപ്പോൾ ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു വിക്ടിമിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വിക്ടിംസിന് പോലും കോടതിയിൽ വളരെ സേഫാണ്. ഇപ്പോൾ പോക്സോ കോടതിയിലെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളായിരിക്കും, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. ആ കുട്ടികൾ വരുന്ന സമയത്ത് അവർക്ക് അവരും പ്രതിയും തമ്മിൽ നേർക്കുനേർ കാണാതിരിക്കാൻ വേണ്ടി സ്ക്രീൻ വരെ വെക്കുന്നുണ്ട് ഇപ്പോൾ കോടതിയിൽ. അങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ കുട്ടിയോട് ചോദിക്കാനുള്ള ചോദ്യം നേരിട്ട് കുട്ടിയോട് വക്കീലിന് ചോദിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ജഡ്ജി പറയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്നോട് ചോദിക്കും, ഞാൻ കുട്ടിയോട് ചോദിക്കുമെന്ന് പറയാം. അത്രയ്ക്കുള്ള വളരെ സേഫ് ആയിട്ടാണ് ഇപ്പോൾ കോടതിയിലെ പ്രൊസീഡിങ്സ്. മറ്റേതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ അന്തരീക്ഷം വലിയൊരു അന്തരീക്ഷമാണ് കോടതിയുടെ. ഇപ്പൊ ഞങ്ങൾ സ്ഥിരം പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ലാന്ന് വെക്കാം. പക്ഷേ ഒരു കോടതി ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു വിക്ടിമിനെ സംബന്ധിച്ച് വല്ലാത്ത ഭയപ്പാടുണ്ടാക്കും. ആ അന്തരീക്ഷം ഇപ്പം മാറ്റി ഫ്രണ്ട്ലിയാണ്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കോടതി ഫ്രണ്ട്ലി ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ കാലത്തൊക്കെ ഇപ്പോൾ സാക്ഷികളെ നമ്മൾ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾ പലതും കണ്ടിട്ടുണ്ട് ചില കേസുകളിൽ. അത് പോലീസിന്റെ ഭാഗത്തുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് സാക്ഷികളെ നിർമ്മിക്കുന്നുണ്ട്. പോലീസ് അങ്ങനെ പലതും പോലീസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, കാലം കഴിഞ്ഞ പ്രോസിക്യൂട്ടറാണ്. പോലീസിനെ ഞാൻ വളരെ മോശമായി പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും പറയാതിരിക്കാൻ വയ്യ. പോലീസ് പിന്നെ സാക്ഷികളെ നിർമ്മിക്കാറുണ്ട്, പ്രതികളെ നിർമ്മിക്കാറുണ്ട്, തെളിവുകൾ നിർമ്മിക്കാറുണ്ട്. പോലീസിന് ഒരു 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 കേസിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുക എന്ന് പറയും പോലീസ് അവരുടെ ഭാഷയിൽ. അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന് വേണ്ടുന്ന തെളിവുകൾ അവരുണ്ടാക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഈ ഇൻവെസ്റ്റിഗേഷൻ ശൈലിയും വിദേശത്തെ ശൈലിയും രണ്ടും രണ്ടാണ്. നിങ്ങൾ കുട്ടികളൊന്ന് മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മളിവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമ വിചാരണയാണ് ഇപ്പോൾ നടക്കുന്നത്. മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് പ്രഷറുകൾ മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് പോലീസ് ബുദ്ധിമുട്ടിലാവുകയാണ്. പോലീസിനെ സംബന്ധിച്ച് ആ താൽക്കാലികമായിട്ട് ആ വിഷയം ഒന്ന് ക്ലോസ് ചെയ്യണം. അതിന് അവരൊരു പ്രതി ഉണ്ടാക്കുന്നു, പ്രശ്നം അവിടെ തീരുന്നു. പക്ഷെ യഥാർത്ഥ പ്രതി അപ്പോൾ കാണാമറയത്താണ്. ഏതോ ഒരു പാവപ്പെട്ടവൻ പ്രതിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതെ, അത് ഈ മാധ്യമ വേട്ട കൊണ്ടാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. വിദേശ രാജ്യങ്ങളിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈം ചെയ്ത ആളിലേക്ക് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പോലീസ് ശേഖരിക്കും. അത് ശേഖരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പ്രതി അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തെളിവുകൾ ശേഖരിക്കുന്നത്. അപ്പോൾ എന്താവും, പ്രതിക്ക് അതായത് പിന്നെ ചെരുപ്പിനൊത്ത കാലുണ്ടാക്കുകയാണ് ഇവിടെ. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല, കാലിനൊത്ത ചെരുപ്പ് ഉണ്ടാക്കുകയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ശരി, സാറിന് ഇത്രയും കാലത്തിനിടയിൽ സാർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏതൊരു കേസ് ഏതാണുള്ളത്? മറക്കാൻ പറ്റാത്ത ഒരു കേസ് ഞാൻ വിചാരണ ചെയ്തു എന്ന് പറയുന്നത്, അത് ഞാൻ എൻ്റെ എന്താ പറയുക, എന്നും പിന്നെ ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അപ്പോൾ ഒരു കുട്ടിയെ ഇന്നും എനിക്കത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. ആ കുട്ടിയുടെ പിതാവ് 2 ഭാര്യമാരുണ്ട് അയാൾക്ക്. 2 ഭാര്യമാരെ അയാൾ വീട്ടിൽ 2 റൂമിലാണ് കിടത്തുന്നത്. ഓരോ ഭാര്യമാരെയും അടുത്ത് ഇയാൾ പോകുന്ന സമയത്ത് ഓരോ ഭാര്യയുടെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യും. ഇയാൾക്ക് പെൺകുട്ടികളുമുണ്ട്. അതിൽ മൂത്ത പെൺകുട്ടി, മറ്റു പെൺകുട്ടികളുണ്ട്. ഇവർ കിടക്കുന്ന മുറിയുണ്ട്. ഇയാൾ 2 ഭാര്യമാരുടെ റൂമും പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ഈ മകളെ എടുത്ത് പോയിട്ട് മകളെ അയാൾ ഉപയോഗിച്ച രംഗമുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. ആ കുട്ടിയെ എന്താ പറയുക, പിന്നെ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കൽ മാത്രമല്ല, പീഡിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അയാളുടെ പെർവർഷൻ തീർക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ഈ ഷേവ് ചെയ്ത കുറ്റിരോമങ്ങൾ ആ കുട്ടിയുടെ വജൈനയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ദ്രോഹിക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ടായി. എന്നിട്ട് ചൂടുള്ള വെള്ളത്തിലിരുത്തുക, എരിവുള്ള മുളക് കലക്കിയ വെള്ളത്തിനകത്ത് ഇരുത്തുക. ഇത്തരത്തിലുള്ള അതിക്രൂരമായ നിലപാടെടുത്തിരുന്ന ഒരു പ്രതി ഉണ്ടായിരുന്നു. അയാൾക്കെതിരെ ഒരു കേസ് നടത്തി അയാളെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുണ്ട് കോടതി. അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രോസിക്യൂഷൻ ജീവിതത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള ഏറ്റവും വളരെ
ത്രില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം വാശിയോടുകൂടി ഞാൻ നടത്തിയൊരു കേസാണ്. അത് കുട്ടി എങ്ങനെയാണെങ്കിലും ഇയാളെ ശിക്ഷിക്കണം എന്നുള്ളത് എനിക്ക്, അതായത് ഇയാളുടെ ഒരു ഭാര്യ ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂറുമാറി മൊഴി കൊടുക്കുക വരെ ചെയ്തു. പക്ഷേ ഒരു ഭാര്യ പ്രോസിക്യൂഷൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. അതാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന, ഒരുപാട് കേസുകളുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഒരു കേസിൽ പൂർണ്ണമായിട്ട് നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസായിരുന്നു. പൂർണ്ണമായി നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പിന്നെ ആ ശരിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാം. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഇല്ല എന്ന് പറയാൻ വയ്യ. ഇപ്പം പിന്നെ ഡിസ്ക്ലോസ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ പിന്നെ മനസ്സിലാക്കിയിട്ട് ഞാനത് സ്വയം തിരുത്തപ്പെട്ടത് അങ്ങനെ സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പോലീസ് നമ്മുടെ അടുത്തൊരു പിന്നെ കേസ് കൊണ്ടു തരുന്നു. ആ കേസ് നമ്മൾ പഠിച്ച് നോക്കുന്ന സമയത്ത് ഒരു നല്ല കേസാണ് നമുക്ക് ബോധ്യം വരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ കേസിൻ്റെ വിചാരണ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഇങ്ങനെയുള്ള കുറച്ച്, അതായത് പിന്നെ എഴുതി ചേർക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയ കുറേ തെളിവുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ബോധ്യം വരുന്ന ചില സമയങ്ങളുണ്ടാവാറുണ്ട്. നമുക്ക് പിന്നെ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ പിന്നീട് അത് നമുക്ക് തിരുത്താൻ പറ്റുന്ന സാഹചര്യം കിട്ടുമ്പോൾ തിരുത്താറുണ്ട്, ശ്രമിക്കാറുണ്ട്. എല്ലാം നമ്മൾ പെർഫെക്റ്റായി ചെയ്തു എന്നോ അല്ലെങ്കിൽ ഞാൻ 100% ക്ലിയർ ആയിരുന്നു എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് ഈ LLB പഠിക്കാൻ ആഗ്രഹിച്ച് ഒരു അഡ്വക്കേറ്റ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് സാർക്ക് എന്താണ് പറയാൻ? അവരോട് പറയാനുള്ളത്, ഒന്ന്, ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ പിന്നെ ഈ പ്രൊഫഷൻ എനിക്ക് തിരഞ്ഞെടുക്കണം, ഞാനൊരു അഭിഭാഷകനായി തീരും, എനിക്ക് സമൂഹത്തിനോട് ചില കടപ്പാടുകളുണ്ട്, ആ കടപ്പാടുകൾ തീർക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ വരുന്നത്. അഭിഭാഷകനാവുക, പണക്കാരനാവുക എന്നുള്ളതല്ല ആത്യന്തികമായ ലക്ഷ്യം വേണ്ടത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഒരു നീതി നിഷേധിക്കപ്പെട്ട വലിയൊരു വിഭാഗം നമ്മുടെ ചുറ്റിലുണ്ട്. നമ്മൾ കാണുന്ന ഈ പണക്കാരായ കുറ്റവാളികൾ മാത്രമല്ല യഥാർത്ഥ കുറ്റവാളികൾ. അങ്ങനെയുള്ള, അല്ലെങ്കിൽ കുറ്റവാളികൾ എന്ന് മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനും അവർക്ക് വേണ്ടി വല്ലതും ചെയ്തു കൊടുക്കാനും കൂടിയുള്ള മനസ്സുമായിട്ട് ഈ കോടതിയിലേക്ക് വരികയും നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് പ്രവർത്തിക്കാനും തയ്യാറാവുന്ന ഒരവസ്ഥയും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും കടന്നു വരാവുന്ന ഏറ്റവും നോബിളായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അഭിഭാഷക പ്രൊഫഷൻ. ഈ നമുക്ക് LLB പറഞ്ഞു കേട്ടിട്ടുണ്ട്, LLBയിൽ സിലബസുകൾ കുറച്ച് ടഫായിട്ടുള്ള സിലബസുകളാണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്ത് പഠിക്കുക വരാം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെറുതെ പറയുന്നത്, അതിലൊന്നും വലിയ അർത്ഥമല്ല. അതായത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കുന്നോ അതേപോലെ തന്നെയുള്ളൂ നിയമം പഠിക്കുന്നത്. നിങ്ങൾ ഈ വലിയ വലിയ പുസ്തകങ്ങൾ കാണും. ഇപ്പോൾ എൻ്റെ ഇവിടെ തന്നെ വലിയ പുസ്തകങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ മുഴുവൻ നിങ്ങൾ LLB പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് അറിവ് നേടാൻ വേണ്ടിയിട്ട് ഈ പുസ്തകങ്ങൾ ഉപയോഗിക്കാം. അതേ സമയത്ത് നിങ്ങളൊരു LLB പഠിച്ച് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് ബൈഹാർട്ടാക്കിയിട്ട് ഉത്തരം എഴുതണം എന്നുള്ളതൊന്നുമില്ല. അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് പഠിക്കുന്നു, അപ്പോൾ ഒരു ഡോക്ടർ ഭാഗം പഠിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ലേ? അതേപോലെ തന്നെയാണ് LLB പഠിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ലേ? അതേപോലെ തന്നെ, അത്രയൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന് വേറെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞ് നിങ്ങളൊരു അഭിഭാഷകനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ അയാൾക്ക് ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാൽ മതി. എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അയാൾക്ക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്നാൽ ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് അത് പോരാ. അഭിഭാഷകനെ സംബന്ധിച്ച് ഈ ചുറ്റുപാടിലുള്ള എല്ലാറ്റിനെ കുറിച്ചും പഠിക്കണം. കാരണം ഒരു ഡോക്ടർ അയാളുടെ തൊഴിൽ എന്താ പറയുക, ഒരു രോഗിയെ ചികിത്സിക്കുന്ന സമയത്ത് അയാളുടെ ഭാഗത്തൊരു പിഴവ് പറ്റിയിട്ട് ഒരു രോഗിക്ക് മരണം സംഭവിക്കുന്നു. അപ്പോൾ ആ കേസ് വക്കീലിൻ്റെ അടുത്ത് എത്തുമ്പോൾ വക്കീൽ എന്ത് വേണം? അത് പഠിക്കണം. അതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പഠിക്കണം. അതേമാതിരി ഒരു എഞ്ചിനീയർ ഒരു പാലം പൊളിഞ്ഞു വീണു. അപ്പോൾ പാലത്തിനകത്ത് ചെയ്യേണ്ടത് എന്തെല്ലാമാണ്, എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അഭിഭാഷകം പഠിക്കണം. ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ ഒരു കള്ളൻ വരുന്നു, കള്ളനെ കുറിച്ചാണെങ്കിലും ചെറിയൊരു ഗ്രാഹ്യം ഞങ്ങൾക്കുണ്ട്.
അഭിഭാഷകരെ സംബന്ധിച്ച് ഒരു കള്ളൻ എങ്ങനെയായിരിക്കും, ഏതെല്ലാം രീതിയിൽ അയാളുടെ ശൈലി ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ കള്ളം പറയുന്ന ആളുകളുണ്ട്, അത് കേട്ടാലും ഞങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് മാത്രം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ളത്. ക്രൈം സ്റ്റോറിയുടെ അവസാനത്തെ എപ്പിസോഡ് അങ്ങനെയുടെ അവസാനിക്കുകയാണ്. നമ്മോട് ഇത്രയും സമയം നമുക്ക് ഒഴിഞ്ഞു നിന്ന ബാലൻ സാറിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. നമസ്കാരം. ഇനിയും ഇത്തരത്തിലുള്ള മറ്റു പരിപാടികളുമായിട്ട് ദാറുൽ ഉലൂം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഉസൂൽ ഫിഖ് നിങ്ങളുടെ മുമ്പിൽ ഇനിയും എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓക്കെ, നമസ്കാരം.